ആരും പേടിച്ചൊന്നും ഓടണ്ട. എനിക്ക് എഡിറ്റിങ്ങിൽ ലേശം കഴിവ് കൂടുതലാണെന്ന് കൂട്ടിയാൽ മതി. എല്ലാ പ്രാവശ്യം ബ്ലൂ കൊണ്ട് എഴുതുന്ന ഞാൻ ഇപ്രാവശ്യം മാത്രം ബ്ലാക്കിങ് കൊണ്ടാണ് എഴുതിയതെന്നല്ല, എഴുതാൻ പോകണത്, മേടിച്ചത്. ഇത് ഒരു പേനയ്ക്ക് 10 രൂപയാണ് MRP കിടക്കുന്നത്, പക്ഷേ 6 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് മേടിച്ചത് ഫെവിക്കോളാണ്. ഈ റോക്കറ്റ് ഇടുന്ന ഫെവിക്കോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടെക്നിക്ക് അടിപൊളിയാണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. 25 രൂപയുടെ സാധനം 23 രൂപയ്ക്കാണ് കിട്ടിയത്. നെക്സ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത് റേസറും ഷാർപ്നറും ആണ്. ഇത് 5 രൂപയുടെ 4 രൂപയ്ക്ക് എങ്ങാണ്ടാണ് കിട്ടിയത്, ഓർക്കുന്നില്ല. ഇന്ന് പോയാണ് മേടിച്ചത്, പക്ഷേ ബില്ല് ചുട്ടിക്കൂട്ടി കളയാൻ ഞങ്ങളെ കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളൂ. ഇത് ആലപ്പുഴ TD സ്കൂളിലാണ് ഇതിൻ്റെ ഒരു മാർട്ട് നടക്കുന്നത്, അവിടെ നിന്നാണ് മേടിച്ചത്. പക്ഷേ ഈ പൗച്ച് ഞങ്ങൾ ആലപ്പുഴ വിദ്യാരംഭത്തിൽ നിന്നാണ് മേടിച്ചത്. അവിടെ നിറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ക്യൂട്ടായിട്ട് പിടിച്ചതാണ് പ്രശ്നം. നെക്സ്റ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ള റെയിൻകോട്ടാണ്. ഈ ഒരു വർഷത്തേക്ക് ഒരു റെയിൻകോട്ടേ ഉപയോഗിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വില കുറഞ്ഞത് നോക്കി മേടിച്ചത്. നെക്സ്റ്റ് ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ്. ഇത് നോട്ട്ബുക്ക് കവർ ചെയ്യുന്നതാണ്. ഈ വട്ടം കറക്കുന്ന മറ്റൊന്നിനും അല്ല, ഈ MRP കാണിക്കാനായിട്ട് ഞാൻ കിടന്ന് ഈ വട്ടം കറക്കുന്നത്. റോളിന് ഏകദേശം 45 രൂപയാണ്. ഹോൾസെയിലായിട്ട് മേടിച്ചുകൊണ്ട് വില കുറച്ച് കിട്ടി, ഞാൻ പോയില്ലായിരുന്നു. നെക്സ്റ്റ് നമ്മൾ സ്കൂൾ തുറപ്പിന് വിടാത്തൊരു സാധനം A4 ഷീറ്റ്. ഇത് രണ്ടും ഉണ്ട്, മറ്റേ റൂൾഡും ഉണ്ട് അൺറൂൾഡും ഉണ്ട്. ഇതിന് 75 രൂപയായിരുന്നു ഒരെണ്ണത്തിന്, പക്ഷേ കൂടുതൽ പൈസ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് എൻ്റെ ആ ഒരു എക്സാം പാഡ് പനലായി പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് എക്സാം പാഡ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 230 രൂപയുടെ സാധനം 90 രൂപയ്ക്ക് കിട്ടി. പിന്നെ ഈ ASMR കളി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇട്ട് പൊതിഞ്ഞ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കുമാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. എല്ലാവർക്കും മനസ്സിലായില്ല അല്ലേ? അപ്പം ഞാനിനി 9th സ്റ്റാൻഡേർഡിലോട്ടാണ് ഗായ്സ്. അപ്പം ബൈ ബൈ.